അതിരപ്പള്ളി അരൂർ മൊഴിയിൽ നാട്ടുകാരെ ഓടിച്ചു കാട്ടാനായി. ഇന്നലെ രാത്രി 11 മണിയോടെ വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമാണ് സംഭവം. അയ്യോ രാത്രി 11 മണിയായിട്ട് ഞങ്ങൾ പള്ളിയിലെ വാർഷികവും പെരുന്നാളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് വീടിൻ്റെ അടുത്ത് ആനയുണ്ടായിരുന്നു. ആനനെ കണ്ടില്ല. ആന പെട്ടെന്ന് വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചോടി അടുത്ത വീട്ടിൽ ഓടി കയറി. അപ്പോൾ അവിടെ നിന്ന് ആ ചേട്ടനെ വിളിച്ച് എണിപ്പിച്ച് അവരെല്ലാവരും വിളിച്ചെടുത്തതിന് ശേഷം അവരെല്ലാവരും കൂടി ആനേനെ ഓടിപ്പിച്ച് റോഡിലേക്ക് ആക്കി. പെൻസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല അത് ചെയ്തിട്ട്. ഫോറസ്റ്റുകാർ വരുന്നുണ്ടെങ്കിലും പെൻസിലിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ചെയ്യാമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു. ആന വരണത് കാണാൻ പറ്റുന്നില്ല. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണോ ഇത്? ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാനകളുടെ സാന്നിധ്യമുള്ള ഇടം കൂടിയാണ് അരൂർമൊഴി, വെറ്റിലപ്പാറ ഭാഗത്തൊക്കെ തന്നെ. റോഡിൽ ഉൾപ്പെടെ രാത്രിയും പകലും ഒക്കെ തന്നെ കാട്ടാനകളുടെ സാന്നിധ്യം ഉള്ളതാണ്. അവിടെ ഫെൻസിംഗ് ഒക്കെ തന്നെ ശക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ കാട്ടാനകളുടെ വരവിനെ ചെറുക്കാനായി ഒരു ഗുണകരമായ ഒരു പ്രതിവിധി അല്ല എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. പലപ്പോഴും ആനകൾ തന്നെ ഈ ഫെൻസിംഗ് നശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അവിടെ പക്ഷേ അത് പുനഃസ്ഥാപിക്കുക എളുപ്പവുമല്ല. അതൊന്നും തന്നെ കൃത്യമായി ചെയ്യുന്നുമില്ല. ഇതൊക്കെ തന്നെ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഇന്നലെ രാത്രി വളരെ അധികം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായത്. കാരണം പള്ളിയിൽ നിന്ന് മടങ്ങി വരുന്നതിനിടയിൽ ആന ഓടിക്കുകയായിരുന്നു. വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആന ഓടിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഈ യുവതി വീഴുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഈ ആനകളെ നിരീക്ഷിക്കുക മാത്രമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന ഏക പ്രതിവിധി. MS ലിഷോയ് വിവരങ്ങൾ നൽകുകയായിരുന്നു.